PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് ഇന്ത്യൻ ഹിസ്റ്ററി SCERT പാഠഭാഗങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ബയോളജി, അതുപോലെ തന്നെ SCERT പാഠഭാഗങ്ങളിലൂടെ ഇപ്പം നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് പഠിക്കുന്നത്. അത് കാലത്ത് 9 മണിക്കാണ് ക്ലാസ് കേട്ടോ. 6 മണിക്ക് ഇന്ത്യൻ ഹിസ്റ്ററി, 9 മണിക്ക് ബയോളജി. ദെൻ അത് കഴിഞ്ഞ് 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കംപ്ലീറ്റ് ആവാറായി. അത് കഴിഞ്ഞാൽ ഉടനെ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച 3ഉം കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. മാത്സ് നിങ്ങൾക്കറിയാം LDC LGSന് കോമൺ ആണ്. ഇംഗ്ലീഷും മലയാളവും LDCക്കാർക്ക് മാത്രം. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാലത്ത് പഠിച്ച ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഇന്ത്യൻ ഹിസ്റ്ററി, ബയോളജി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അന്ന് പഠിച്ച ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ, SCERT പാഠഭാഗങ്ങളാണോ, ആ പാഠഭാഗങ്ങളിൽ നിന്നും PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ലൈവായിട്ട്. പിന്നെ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ലൈവ് ആയിട്ടാണ്. അത് ചെറിയ കോഡ്സും കണക്ഷൻസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ലൈവ്, 4 റെക്കോർഡഡ്, അങ്ങനെ മൊത്തം 6 ക്ലാസ്സുകളാണ് നമ്മൾ മൊത്തം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. കാരണം നിങ്ങൾ റിവിഷൻ സമയത്ത് വീണ്ടും ഈ വീഡിയോസൊക്കെ കണ്ട് റിവിഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ക്ലാസ് കാണുമ്പോൾ തന്നെ നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കുക. കറക്റ്റായിട്ട് റിവിഷൻ ചെയ്യാൻ നോട്ട്സ് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഒരു ദിവസം 6 ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം അറിയാലോ. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയത്തില്ലായിരിക്കും. ഇനി ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, ക്ലാസ് കാണുന്നവരാണ് സ്ഥിരം പക്ഷേ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നമ്മൾ 6 ക്ലാസ്സുകളൊക്കെ ഒരു ദിവസം ഇടുമ്പോൾ ചിലതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ചിലപ്പോൾ വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് സമയമാകുമ്പോൾ ടെലിഗ്രാമിൽ ലിങ്ക് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് മിസ്സാവാതെ കാണാൻ പറ്റും. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ PDF, നോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും പോൾസ് ഒക്കെ നമ്മൾ ടെലിഗ്രാം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. സോ ടെലിഗ്രാമിൽ എല്ലാവരും മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് മലയാളമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെഷൻ ഉണ്ട് പഠിക്കാനായിട്ടല്ലേ. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ശൈലികൾ, പഴഞ്ചൊല്ലുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് അതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മുൻവർഷ ചോദ്യങ്ങളിലൂടെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി എടുത്ത് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, കുറേയധികം മുൻവർഷ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശൈലികൾ, പഴഞ്ചൊല്ലുകൾ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും. ആ അർത്ഥം വരുന്നത് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. നെല്ലിൽ പതിരും ചൊല്ലിൽ പിഴവും. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നെല്ലിൽ പതിര്, നെല്ലിൽ ഒരുപാട് പതിരുണ്ടായാൽ അത് നല്ലതല്ലല്ലോ. അതുപോലെ നമ്മൾ ചൊല്ലിൽ പിഴവ്, അതായത് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിൽ പിഴവ് വന്നാൽ നല്ലതാണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ അത്ര വലിയ കാര്യമല്ല, നല്ലതല്ല എന്നുള്ളൊരു മീനിങ് ആണ് നെല്ലിൽ പതിരും ചൊല്ലിൽ പിഴവും. എന്ത് ചെയ്താലും തെറ്റെന്നുള്ളൊരു മീനിങ്. ഇനി നിറകുടം തുളുമ്പില്ല. എന്താ നിറകുടം തുളുമ്പില്ല എന്ന് പറയുന്നത്? നിറകുടം തുളുമ്പില്ല, അതായത് ഒത്തിരി നമ്മൾ പഠിക്കുന്തോറും നമുക്ക് എന്താണ് നിറകുടം, അതായത് ഒരുപാട് അറിവുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല അല്ലേ. നല്ല അറിവുള്ളവരാണെങ്കിൽ അതിൻ്റെ ഒരു പക്വത കാണിക്കും. പക്ഷെ അത്ര അറിവൊന്നും, അത്ര ബാലൻസ്, ഒരു നല്ല അറിവില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബാലൻസ് കാണിക്കത്തില്ല അല്ലേ. നിന്നിങ്ങനെ ആടി ആടി, ആ ഒരു മീനിങ് ആണ് കേട്ടോ. നല്ല അറിവുള്ളവരാണെങ്കിൽ പക്വത കാണിക്കും എന്നുള്ളൊരു മീനിങ് ആണ് നിറകുടം തുളുമ്പില്ല. ഇനി അടുത്തത്, കോരിയ കിണറ്റിലെ ഉറവുള്ളൂ. ഓപ്ഷൻ ഡി നോക്കിക്കേ. കോരിയ കിണറ്റിലെ ഉറവുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കിണറ്റിൽ നിന്നും വെള്ളം കോരി 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 എടുക്കുന്തോറുമാണ് നല്ല വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് 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 വരും അല്ലേ. അതായത് നമ്മൾ പഠിക്കുന്തോറുമാണ് നമ്മുടെ അറിവ് കൂടുക അല്ലേ. നിങ്ങളിപ്പോൾ PSC പഠിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ഒട്ടും അറിയണ്ടാവില്ല.
പഠിച്ച് ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ പഠിക്കുന്തോറും നമ്മൾ വായിക്കുന്തോറും നമ്മുടെ അറിവ് കൂടിക്കൊണ്ടിരിക്കും. എന്ന പോലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കോരി വരുമ്പോഴാണ് പുതിയ വെള്ളം നല്ല ഉറവ് വരത്തുള്ളൂ. അങ്ങനെ ഒരു മീനിങ് ആണ്. അപ്പോൾ പഠിക്കുന്തോറും അറിവ് വർദ്ധിക്കും എന്നുള്ളൊരു മീനിങ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകുമെന്നൊരു മീനിങ് വന്നിട്ടില്ല. ഇനി ഓപ്ഷൻ ബി നോക്കിക്കേ, ഇരുമ്പും വിദ്യയും ഇരിക്കെടും അല്ലേ? ഇരുമ്പ് കുറേ നാളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ, തുരുമ്പെടുത്തു പോകും. വിദ്യയും അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ PSC പഠിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്ന് ഞാൻ നിങ്ങൾ ക്ലാസ് എടുത്ത് തന്നു, നിങ്ങളത് കേട്ടു. ഇനി ഒരു മാസത്തേക്ക് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കിയില്ല. അടുത്ത മാസം നിങ്ങളെടുത്ത പുസ്തകം തുറക്കുമ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നത് പോലെ തോന്നും അല്ലേ? പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകും. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിവിഷൻ ചെയ്യൂ അല്ലേ? പഠിച്ച കാര്യങ്ങൾ പഠിച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് വെച്ചു, പിന്നീട് അത് തുറന്നു നോക്കാതിരുന്നാൽ അത് പിന്നീട് നമുക്ക് ഓർമ്മയുണ്ടാവുമോ? ഇല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ മീനിങ് അല്ലേ? ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും. അപ്പോൾ ഇരുമ്പും വിദ്യയും ഇരിക്കെടും, അതാണല്ലോ സെയിം മീനിങ് വരുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ആൻസർ നമുക്ക് അങ്ങനെ മീനിങ് മനസ്സിലാക്കിയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അടുത്ത് നോക്കിക്കോളൂ, അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലി ഏതാണ്? അവസാനിപ്പിക്കുക. ഓക്കെ, ദ എൻഡ് എന്ന് പറയുന്നത് അവസാനിപ്പിക്കുക. എന്താണ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്? ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഭരതവാക്യം പാടുക. ഭരതൻ ആരാണ്? ഭരതൻ എന്ന് പറയുമ്പോൾ രാജാവാണ് അല്ലേ? അപ്പോൾ ഭരതന്റെ വാക്ക്, രാജാവിന്റെ വാക്കെന്ന് പറയുന്നത് അവസാനത്തെ വാക്കാണ്. രാജാവ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നീട് അതാരും തട്ടില്ല അല്ലേ? അപ്പോൾ ഭരതവാക്യം പാടുക, അവസാനിപ്പിക്കുക. ഓക്കെ, ഭരതൻ എന്ന് പറയുന്നത് രാജാവിന്റെ വാക്ക് അവസാനത്തെ വാക്കാണ്. ആ ഒരു മീനിങ് ആണ് ഇവിടെ ഭരതവാക്യം പാടുക. അടുത്തത്, ഓളം നിന്നിട്ട് കടലാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ഓളം നിന്നിട്ട് കടലാടുക എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മളിപ്പോൾ കടലിൽ പോയി, അതിൻ്റെ ഓളം, ഈ തിരമാല ഇങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കും അല്ലേ? ആ ഓളം നിന്നിട്ട് നമുക്ക് കടലാട മീൻസ് കടലിറങ്ങി കുളിക്കുക. ഓക്കെ, അപ്പോൾ ഓളം നിന്നിട്ട്, തിരമാല ഓളം അടിക്കുന്നത് നിന്നിട്ട് നമുക്ക് ഇറങ്ങി കുളിക്കാന്ന് വെച്ചാൽ തിരമാല എങ്ങാനും അവസാനിക്കുമോ? എപ്പോഴെങ്കിലും നിൽക്കുമോ? ഇല്ല, അത് നടക്കാത്തൊരു കാര്യമാണ് അല്ലേ? ഓളം നിൽക്കുക എന്ന് പറയുന്നത്, കടലിൻ്റെ ഓളം നിൽക്കത്തില്ല. അങ്ങനെ അത് നിന്നിട്ട് കുളിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പം നടക്കാത്തൊരു കാര്യമാണല്ലോ അത്. അത്രയേ ഉള്ളൂ നമ്മുടെ അർത്ഥം. എന്താ? ഓപ്ഷൻ ബി, അസാധ്യമായ കാര്യമാണ് അല്ലേ? ഓളം നിന്നിട്ട് കടലാടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല, അസാധ്യമായ കാര്യത്തെയാണ് ഓളം നിന്നിട്ട് കടലാടുക എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയോളൂ, പമ്പരം ചുറ്റുക എന്ന ശൈലിയുടെ അർത്ഥം. ഇത് വളരെ ഈസിയാണ് അല്ലേ? പമ്പരം ചുറ്റുക. എന്താണ് പമ്പരം ചുറ്റുക എന്ന് പറഞ്ഞാൽ? കഷ്ടപ്പെടുക. നമ്മൾ പറയില്ലേ, ഞാൻ 5 പൈസ കയ്യിലില്ല, ഞാൻ ആകെ വട്ടം കറങ്ങി നിൽക്കുകയാണ് അല്ലേ? നമ്മൾ കഷ്ടപ്പെടുകയാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ്. ചില ആളുകളൊക്കെ പറയുന്നതാണ്, ഞാൻ വട്ടം കറങ്ങി നിൽക്കുക. ഈ വട്ടം കറങ്ങുക എന്ന് പറയുന്നതാണ് പമ്പരം ചുറ്റുക അല്ലേ? പമ്പരം ചുറ്റുക, വട്ടം കറങ്ങുക, കഷ്ടപ്പെടുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, എറവെള്ളം എറുമ്പിന് സമുദ്രം. എറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? എറവെള്ളം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പണ്ടത്തെ നമുക്ക് ഓടിട്ട വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഓടിട്ട വീടുകളിൽ നിന്നും അല്ലെങ്കിൽ പട്ടയൊക്കെ കെട്ടിയിട്ടുള്ള വീടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി ഉമ്മറത്തോക്കി ഇങ്ങനെ വീഴുന്നത് ഒരു പ്രത്യേകതയാണ് അല്ലേ? അതിനാണ് നമ്മൾ എറവെള്ളം എന്ന് പറയാം കേട്ടോ, എറവെള്ളം. അപ്പോൾ ആ എറവെള്ളം എന്ന് പറയുന്നത് എറുമ്പിന് സമുദ്രമാണ് അല്ലെ? ഒരു ഉറുമ്പ് ആ എറവെള്ളത്തിൽ പെട്ടാൽ മതി അല്ലേ? അതിനെന്താണ്, അത് മുങ്ങിച്ചാവാനായിട്ട് അത്രയും വെള്ളം മതി. അതായത് അപ്പം അവിടെ എന്താ മീൻ ചെയ്യുന്നത്? അതിൻ്റെ അർത്ഥം എന്താ പറയുന്നത്? അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായിട്ട് തോന്നും. ഈ എറവെള്ളത്തിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് ഒരു ആനയെ നിർത്തിക്കഴിഞ്ഞാൽ ആനയ്ക്കത് വലിയ കാര്യമാണോ? എറുമ്പിനെ അവിടെ കൊണ്ട് നിർത്തിയാൽ എറുമ്പ് ചത്തുപോകും അല്ലേ? പക്ഷെ ആനയെ കൊണ്ട് നിർത്തിയാലോ അത് ചാവത്തില്ല അല്ലേ? അതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അല്പവസ്തുക്കൾ ആർക്കാണ് വലുതായിട്ട് തോന്നുക? നിസ്സാരന്മാർക്കാണ് അല്ലേ? ഉറുമ്പ് ഭയങ്കര നിസ്സാരനാണ്, ചെറുതാ. അതുകൊണ്ടാണ് എറവെള്ളം വരുമ്പോഴത്തേനും അതിന് സമുദ്രമായിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലേ? യെസ്. അപ്പോൾ ആനയാവുമ്പോഴത്തേക്കോ അതിനത് ഫീൽ ചെയ്യില്ല, കാരണം അത് കുറച്ചുകൂടെ വലിയ ആളാണ്. അപ്പോൾ അല്പവസ്തുക്കൾ ആർക്കാണ് വലുതായിട്ട് തോന്നുക? നിസ്സാരന്മാർക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മീനിങ് ആണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. അടുത്തത്, ശൈലി വ്യാഖ്യാനിക്കുക. ആലത്തൂർ കാക്ക. ഈ ആലത്തൂർ കാക്ക ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് കേട്ടോ, അതാണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഞാൻ ആദ്യം പറയാം, എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് പറഞ്ഞുതരാം. ഓപ്ഷൻ സി ആണ്, ആശിച്ചു കാലം കളയുന്ന ആൾ എന്നുള്ളതാണ് ആലത്തൂർ കാക്ക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ശൈലി വരാൻ കാരണം എന്ന് വെച്ചാൽ
ആലത്തൂര് ഒരുപാട് മനകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ആലത്തൂര് ഒരുപാട് മനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മനകളിലൊക്കെ എന്താണ് യാഗം നടത്തും അല്ലേ? എന്താണ് യാഗം. അപ്പോൾ യാഗം നടത്തുന്ന സമയത്ത് എന്താണ് എപ്പോഴും ഇങ്ങനെ യാഗം നടത്തുമ്പോൾ നമ്മൾ ഈ ഹോമകുണ്ടത്തിലേക്ക് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പുകയും അല്ലേ? ഇങ്ങനെ പുകഞ്ഞ് മനകളുടെ മേലെ കൂടെ ഇങ്ങനെ പുക വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടുത്തെ കാക്കകൾ എന്താ വിചാരിക്കുക, പുക നല്ലോണം വരുന്നുണ്ട്, അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കുക്കിംഗ് നടക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കും. പക്ഷെ വല്ലതും കിട്ടുമോ? ഇവിടെ യാഗം നടക്കുന്നതിൻ്റെ പുകയാണ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷെ അവിടുത്തെ കാക്കകൾ എന്താ വിചാരിക്കുന്നത്, അവിടെ ഭയങ്കരമായിട്ട് പാചകം നടക്കുകയാണ്, ഇപ്പം അവിടെ നിന്ന് ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരിക്കും. പക്ഷെ കാലം പോകുന്നേ ഉള്ളൂ അല്ലേ? ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. വല്ലതും കിട്ടുമോ ഫുഡ്? ഇല്ല, അവിടെ യാഗം നടക്കുന്നതിൻ്റെ പുകയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആശിച്ച് ഇന്ന് ഫുഡ് കിട്ടും, ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് ആശിച്ച് കാലം കളയുന്ന ആളുകളാണ് ആലത്തൂരിലുള്ള കാക്കകൾ, മനയിൽ നിന്നുള്ള പുക കണ്ടിട്ട്. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ്, അതായത് ഒരു എന്താ പറയുക, ഒരു കാര്യമില്ലാതെ അല്ലേ എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിച്ച് ചുമ്മാ സമയം കളയുന്നതിനാണ് ആലത്തൂർ കാക്ക, ആശിച്ച് കാലം കളയുന്ന ആൾ. മീനിങ് മനസ്സിലായോ? ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കട്ടെ, ഞാൻ അർത്ഥം അതിനാണ് വിശദീകരിച്ച് തരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തത് കൂപമണ്ഡൂകം. കൂപമണ്ഡൂകം എന്ന പ്രയോഗം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? കൂപം എന്ന് വെച്ചാൽ കിണറാണ്, മണ്ഡൂകം എന്ന് വെച്ചാൽ തവളയാണ് അല്ലേ? അപ്പോൾ കിണറ്റിലെ തവള എന്ന് പറയുന്നതാണ് നമ്മൾ കൂപമണ്ഡൂകം എന്ന് പറയാം. അപ്പോൾ കൂപമണ്ഡൂകം എന്നതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്, ലോകപരിജ്ഞാനമില്ലാത്തവൻ. അതായത് കിണറ്റിൽ കിടക്കുന്ന തവള ആ കിണർ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? പുറത്തുള്ളൊരു ലോകത്തെ പറ്റി വല്ല അറിവുണ്ടോ? കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് ആ കിണറാണ് ഏറ്റവും വലിയ ലോകം എന്നുള്ള രീതിക്കാണ്. പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ പുറത്ത് ഇത്രയും വലിയൊരു ലോകമുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതൊന്നും കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു മീനിങ് ആണ് ലോകപരിജ്ഞാനമില്ലാത്തവൻ. ഓക്കെ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കൂപമണ്ഡൂകം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്ന അർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മളൊരു സിനിമയുണ്ട് അല്ലേ? ഓപ്ഷൻ സി, അഴകിയ രാവണൻ. അതിൽ മമ്മൂട്ടിനെ കണ്ടിട്ടില്ലേ? പ്രൊഡ്യൂസറാണെന്നും പറഞ്ഞ് ഒരു കോട്ടും ഒരു തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരു ലുക്ക് വരാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ആ ഒരു രീതിക്ക് നമുക്ക് അഴകിയ രാവണൻ എന്നുള്ളത് അങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി അങ്ങനെ ഓർക്കാം. ഓക്കെ, അപ്പോൾ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവനെയാണ് നമ്മൾ അഴകിയ രാവണൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കാറ്റുള്ളപ്പോൾ തൂറ്റണം. നമ്മളിത് പരിഭാഷയിൽ പഠിച്ചു അല്ലേ? കാറ്റുള്ളപ്പോൾ തൂറ്റണം. അപ്പോൾ അത് നമ്മൾ പരിഭാഷയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അവസരം? നമ്മൾ പറഞ്ഞു ഇരുമ്പ് പഴുത്തിരിക്കുമ്പോൾ വേണം അത് അടിച്ച് പരത്താൻ വേണ്ടിയിട്ട് അല്ലേ? അല്ലാതെ പഴുത്തിരിക്കാത്ത സമയത്ത് നമ്മൾ ആ പരത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അവസരം വരുന്ന സമയത്ത് വേണം നമ്മൾ പ്രയോഗിക്കാൻ എന്നുള്ളതാണ് അവിടെ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഉത്തരം എന്താ? ഓപ്ഷൻ ബി, അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം അല്ലേ? കാറ്റുള്ള സമയത്താണ് നെല്ലും പതിരും വേർതിരിക്കാൻ വേണ്ടി കാറ്റുള്ള സമയത്താണ് തൂറ്റേണ്ടത്. അല്ലാതെ പോയിട്ട് അവിടെ പോയി കാറ്റുള്ളപ്പോൾ പാറ്റണം എന്നും പറയാറുണ്ട് കേട്ടോ. കാറ്റുള്ളപ്പോൾ പാറ്റണം അല്ലെങ്കിൽ കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മീനിങ് ആണ്. നെല്ലും പതിരും വേർതിരിക്കാൻ വേണ്ടി കാറ്റുള്ള സമയത്ത് വേണം നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റില്ലെങ്കിൽ എന്താണ്, നെല്ലും പതിരും വേർതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തതാണ് യഥാശക്തി എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. യഥാശക്തി എന്ന അർത്ഥം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2 മാത്രമാണ് കേട്ടോ. ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം എന്നതാണ് യഥാശക്തി. ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം, നമുക്ക് പറ്റുന്ന രീതിക്ക് എന്നുള്ള രീതിക്കാണ് യഥാശക്തി. നമുക്ക് എന്താണോ ബലം അതിനനുസരിച്ച് എന്നുള്ളൊരു മീനിങ് ആണ് യഥാശക്തി. ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം, അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്നത് എന്താണ്? ഉട്ടോപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീക്ക് പദമാണ്. അതിൻ്റെ മീനിങ് തന്നെ എന്താണെന്നറിയോ? ഇല്ലാത്തത്. ഓക്കെ, ഒരിക്കലും പറ്റാത്തത് എന്നുള്ള മീനിങ് വരുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉട്ടോപ്യ. അപ്പം തന്നെ അതിൻ്റെ ആൻസർ കിട്ടിയല്ലോ. എന്താ? ഓപ്ഷൻ ബി ആണ്, പ്രായോഗികമല്ലാത്തത്. ഒരിക്കലും നടപ്പില്ലാത്തത്, ഇല്ലാത്തത് എന്നുള്ളൊരു മീനിങ് ആണ് ഉട്ടോപ്യ എന്ന് പറയുന്ന ശൈലി പ്രായോഗികമല്ലാത്തത് എന്നുള്ളതാണ് കേട്ടോ. അടുത്തത്, ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി. ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിക്കേ. കടവടിപ്പിക്കുക, ശ്ലോകത്തിൽ കഴിക്കുക, അകം കൊള്ളുക, അകത്തൊതുക്കുക. ഏതാണ്? ഓപ്ഷൻ എ ആണ്, കടവടിപ്പിക്കുക. ഒരു സ്ഥാനത്തെത്തിക്കുക അല്ലേ? കടവടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തോണി നമ്മൾ തുഴഞ്ഞ് കടവിനോട് അടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്കരയിൽ നിന്നും അക്കരെ ഒരു സ്ഥാനത്തേക്ക് അവരെ എത്തിച്ചു അല്ലേ? അപ്പോൾ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കടവടിപ്പിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അടുത്തത് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥമാണ് സമയദോഷം. എന്താണ്? സമയദോഷമാണ് കേട്ടോ. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറയുന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? സമയദോഷം എന്നുള്ളതാണ്, ഓർത്തിരുന്നോളാം. അടുത്തത് വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. വെള്ളത്തിൽ എഴുതുക. വെള്ളത്തിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫലമില്ലാതെ പ്രവർത്തിക്കുക. നമ്മൾ പറയില്ലേ, ചെയ്തത് മുഴുവൻ വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന് നമ്മൾ പറയാറുണ്ട്. വെള്ളത്തിൽ വര വരച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ വെള്ളത്തിൽ എഴുതിയത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ ഫലമില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ് വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. അടുത്തത് ഏറ്റുപാടുക. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? ഏറ്റുപാടുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ശിങ്കിടി പാടുക. ഏറ്റുപാടുക, ശിങ്കിടി പാടുക. ശിങ്കിടി പാടുക, അതാണ് ഏറ്റുപാടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ ചോദ്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇതുപോലെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ശൈലികൾ ഞാൻ പറയാം. ആദ്യത്തേത് കഥാവശേഷനാകുക. കഥാവശേഷനാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശൈലിയുടെ അർത്ഥം മരിക്കുക എന്നാണ്. മരിക്കുക. കഥാവശേഷനാകുക, മരിക്കുക എന്നതാണ് അർത്ഥം. അപ്പോൾ ആ വേർഡിൽ തന്നെ ഉണ്ട് അല്ലേ, കഥയിൽ മാത്രം അവശേഷിക്കുക, കഥാവശേഷനാകുക, കഥയിൽ മാത്രം അവശേഷിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ജീവിച്ചിരിപ്പില്ല, കഥയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരർത്ഥമാണ് അല്ലേ. അപ്പം മരിക്കുക എന്ന അർത്ഥത്തിലാണ് കഥാവശേഷനാകുക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ചർവിത ചർവണം. ചർവിത ചർവണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയാം. നമ്മൾ ചർവണം നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നതാണ് അല്ലേ, ചവച്ചരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ചർവണകം, അഗ്രചർവണകം, ചവച്ചരയ്ക്കാൻ ഉപയോഗിക്കുന്ന പല്ലാന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. അപ്പം ചർവിത ചർവണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചവച്ചത് തന്നെ പിന്നെയും പിന്നെയും ചവച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് ഏതർത്ഥത്തിലാണ് പറയുന്നത്? പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരു അർത്ഥത്തിലാണ് ചർവിത ചർവണം എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അടുത്തത് ഗണപതി കല്യാണം. ഗണപതി കല്യാണം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഗണപതിയുടെ കല്യാണം പോലെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാണല്ലേ എന്ന് പറയില്ലേ. ഇപ്പം നമ്മുടെ പഠിത്തം തന്നെ എടുത്തോ, PSC പഠനം ഇന്ന് തുടങ്ങാം, നാളെ തുടങ്ങാം, നാളെ തുടങ്ങാം, നാളെ നാളെ നാളെ, ഗണപതി കല്യാണം പോലെ നീളുക. അപ്പോൾ ഗണപതി കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ്? നടക്കാത്ത കാര്യമാണ് അല്ലേ. അതായത് നാളെ നാളെ എന്നും പറഞ്ഞ് നമ്മൾ നീക്കി വെച്ച് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് ഗണപതി കല്യാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നടക്കാത്ത കാര്യം. ഓക്കെ, അടുത്തത് നക്രബാഷ്പം. നക്രബാഷ്പം. നക്രം എന്ന് വെച്ചാൽ എന്താണ്? മുതല. നക്രത്തിൻ്റെ കണ്ണീര്, മുതലക്കണ്ണീര്. നമ്മൾ പറയില്ലേ, ഒരാൾ വലിയ കാര്യമൊന്നും ഇല്ലാതെ ചുമ്മാ നിന്ന് കരയുന്ന മുതലക്കണ്ണീരാണല്ലേ. അത് മുതലക്കണ്ണീർ ഒഴുക്കാണെന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളക്കരച്ചിലാണ്. കള്ളക്കണ്ണീർ എന്നുള്ളതാണ് നക്രബാഷ്പം. നക്രബാഷ്പം എന്താണ്? കള്ളക്കണ്ണീരാണ്. കള്ളക്കണ്ണീരിനെയാണ് നക്രബാഷ്പം എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് രാമേശ്വരത്തെ ക്ഷൗരം. രാമേശ്വരത്തെ ക്ഷൗരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? രാമേശ്വരം പോയിട്ടുള്ളവർക്കറിയാം രാമേശ്വരത്തെ എങ്ങനെയാണ് ക്ഷൗരം ചെയ്യുന്നത്. ക്ഷൗരം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മുടിയൊക്കെ അല്ലേ. അപ്പോൾ ക്ഷൗരം ചെയ്യുന്നത് എങ്ങനെയാണ്? രാമേശ്വരത്ത് ഒരാൾ വന്നു, ആളെ ക്ഷൗരം ചെയ്യാനായിട്ട് ഇരുത്തി. ആൾക്ക് ഇങ്ങനെ ക്ഷൗരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഒരു സൈഡ് കഴിയുന്നുണ്ടാവും. അപ്പോഴത്തേക്കും അടുത്ത ആൾ വരുമ്പോൾ അതും വേറെ ആരെങ്കിലും, ആ ഒരു കസ്റ്റമറിനെ വേറെ ആരെങ്കിലും എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ പകുതി അവിടേക്ക് നിർത്തിയിട്ട് അടുത്ത ആളെയും പിടിച്ചിരുത്തും. എന്നിട്ട് അയാളുടെയും പകുതി ചെയ്യും. അപ്പോഴേക്കും അടുത്ത ആൾ വരിക. അപ്പോൾ അയാളെയും വിട്ട് കളയണ്ടെന്ന് വെച്ചാൽ അയാളെയും വിളിച്ച് വരുത്തിയിരുത്തി അയാളുടെയും പകുതി കളയും. എന്തിനാ ഈ പകുതി കളഞ്ഞ് വയ്ക്കുന്നേ? അത് പൂർത്തിയാവത്തുമില്ല. പക്ഷെ അവർക്ക് പുതിയ പുതിയ ആളുകളെ കിട്ടുമ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ കാശ് കിട്ടുമല്ലോ, കസ്റ്റമേഴ്സിന് പുതിയത് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരെയും ചെയ്യും വേണം, അവരുടെ കയ്യിൽ നിന്നോട്ട് പോകാനും പാടില്ല. ഓക്കെ, പക്ഷെ അതൊരിക്കലും നടക്കത്തുമില്ല അല്ലേ, ഇങ്ങനെ പകുതി ചെയ്ത്. അപ്പോൾ രാമേശ്വരത്തെ ക്ഷൗരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പ്രവൃത്തി മുഴുവനാക്കുന്നില്ല, പകുതിക്ക് വെച്ച് അടുത്ത ആളെ വെച്ച് ഇരുത്തുക. അപ്പം മുഴുവനാക്കാത്ത പ്രവൃത്തി, എല്ലാം പകുതിക്ക് വെച്ച് നിർത്തുന്ന ഇതിനെയാണ് നമ്മൾ രാമേശ്വരത്തെ ക്ഷൗരം പോലെ എന്ന് പറയും. അവൻ പഠിക്കുന്നത് അവൻ്റെ എല്ലാ കാര്യങ്ങളും രാമേശ്വരത്തെ ക്ഷൗരം പോലെയാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം തുടങ്ങി വെച്ചാൽ അത് മുഴുവനാക്കാത്ത പ്രവൃത്തിയാണ് രാമേശ്വരത്തെ ക്ഷൗരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ശൈലിയാണ് കോവിൽ കാള. കോവിൽ കാള എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുക്കാതെ തിന്നുകൊഴുത്തവൻ.
പണിയെടുക്കാതെ തിന്നുകൊടുത്തവൻ. അതായത് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ, ചില അമ്പലങ്ങളിൽ, കോവിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഒരു കാളേനെ അവിടെ നിർത്തിയിട്ടുണ്ടാവും. അത് അവിടുത്തെ അമ്പലത്തിലെ പൂജാ കാര്യങ്ങൾ, അതിൻ്റെ ചടങ്ങിനൊക്കെ വേണ്ടിയിട്ട് വളർത്തുന്ന കാളയാണ്. ആ കാളയ്ക്ക് പ്രത്യേകിച്ച് ഭാരം വലിക്കേണ്ടതോ അല്ലെങ്കിൽ ഉഴുതാനോ അങ്ങനെയുള്ള ഒരു ഭാരപ്പെട്ട ജോലികളൊന്നുമില്ല. ഇവിടെ അങ്ങനെ നിൽക്കുക അല്ലെ, അമ്പലത്തിൽ അതിൻ്റെ ഒരാളായിട്ട് നിൽക്കുക, അതിന് നല്ല ഫുഡ് കിട്ടും, കഴിക്കുക, ചുമ്മാതെ നിൽക്കുക, അതായിരിക്കും അതിൻ്റെ പണി. അപ്പോൾ കോവിൽ കാള എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഫുഡ് കഴിച്ചിങ്ങനെ തിന്ന് കൊഴുത്ത് നിൽക്കുന്ന കാളയാണ്. ആ ഒരു അർത്ഥത്തിലാണ് പണിയൊന്നും ചെയ്യാതെ തിന്ന് കൊഴുത്തിരിക്കുന്ന ആളെ നമുക്ക് എന്ത് പറയാം, കോവിൽ കാള എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് ഭൈമീ കാമുകൻ. അടുത്ത ശൈലിയാണ് ഭൈമീ കാമുകൻ. ഭൈമീ കാമുകൻ എന്ന് പറഞ്ഞാൽ സ്ഥാനമോഹികൾ എന്നാണ് ആ ശൈലിയുടെ അർത്ഥം കേട്ടോ. സ്ഥാനമോഹികൾ, എന്തെങ്കിലും ഒരു സ്ഥാനം മോഹിച്ചുകൊണ്ട് മാത്രം ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളുകളെയാണ് സ്ഥാനമോഹികൾ എന്ന് പറയുന്നത്. ഭൈമീ കാമുകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്ഥാനമോഹിയായി? ഭൈമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമന്റെ പുത്രിയാണ്. ഭീമന്റെ പുത്രിയുടെ പേരാണ് ഭൈമി. ഭീമന്റെ പുത്രിയെ പറയുന്നതാണ് ഭൈമി എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ വീരസേനന്റെ പുത്രൻ വൈരസേനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ ഭീമന്റെ പുത്രിയെയാണ് ഭൈമി എന്ന് പറയാം. അപ്പോൾ ഈ ഭൈമി ഭയങ്കര സുന്ദരിയാണ്. പിന്നെ ഭീമന്റെ പുത്രിയാണ്, രാജാവിന്റെ മകളൊക്കെ ആണല്ലോ. അപ്പോൾ ഒത്തിരി എന്താണ്, സ്വത്തും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അവരെ കല്യാണം കഴിക്കാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒന്നാമത് സുന്ദരിയാണ്, പിന്നെ ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ഥാനം മോഹിച്ചിട്ടും സ്വത്ത് മോഹിച്ചിട്ടും ഒക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി നിന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭൈമീ കാമുകൻ. ഭൈമിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഒരു സ്ഥാനവും സ്വത്തും കാര്യങ്ങളൊക്കെ മോഹിച്ച് വന്നവരാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ ഭൈമീ കാമുകൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥാനമോഹികൾ എന്നതാണ് അർത്ഥം. ഓക്കെ, അടുത്തത് ഓതിരം മറിയുക. ഓതിരം മറിയുക. ഓതിരം മറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഭ്യാസം കാട്ടുക. അഭ്യാസം കാട്ടുക. അതായത് ഈ ഓതിരം മറിയുക എന്ന് പറയുന്നത് ഒരു അഭ്യാസം തന്നെയാണ്. കളരിപ്പയറ്റ് ഉണ്ടല്ലോ, കളരിയിലെ ഒരു അഭ്യാസമാണ് ഓതിരം മറിയുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അഭ്യാസം കാണിക്കുന്നതിൻ്റെ ആ ഒരു മീനിങ്ങിൽ തന്നെയാണ് അഭ്യാസം കാട്ടുക എന്നുള്ളതിനെ ഓതിരം മറിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓതിരം മറിയുക മീൻസ് എന്താ? അഭ്യാസം കാട്ടുക. അടുത്തതാണ് പാതിരി മലയാളം. പാതിരി മലയാളം. പാതിരി മലയാളം എന്ന ശൈലിയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വികലമായ ഭാഷ. അതായത് പൂർണ്ണമായ, ശരിയായിട്ടല്ല പ്രയോഗിക്കുന്നത്, വികലമായത് തെറ്റായ രീതിയിൽ പ്രയോഗിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പാതിരി മലയാളം. ഏതെങ്കിലും ഒരു ഭാഷയായിക്കോട്ടെ, അത് അത്യാവശ്യം നല്ല രീതിയിലല്ലാതെ തെറ്റായി പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വികലമായ ഭാഷയാണ്. വികലമായ ഭാഷ എന്ന അർത്ഥത്തിലാണ് പാതിരി മലയാളം. അപ്പോൾ ഇത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ക്രിസ്തീയ പുരോഹിതന്മാരൊക്കെ ഉണ്ടാവും. ഈ ക്രിസ്തീയ പുരോഹിതന്മാരെയാണ് നമ്മൾ പാതിരി എന്ന് വിളിക്കുക. പാതിരി എന്ന് പറഞ്ഞാൽ എന്താണ്? പുരോഹിതന്മാർ, അർണോസ് പാതിരി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ പാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ പുരോഹിതന്മാരാണ്. അപ്പോൾ അവര് മറ്റ് രാജ്യങ്ങളിൽ നിന്നും, അന്യനാട്ടിൽ നിന്നും വന്ന് ഇന്ത്യയിലേക്ക് എത്തിയവരായിരിക്കും. ഓക്കെ, കേരളത്തിലൊക്കെ വന്നവരായിരിക്കും. അപ്പോൾ അവർ അന്യഭാഷക്കാരായ അവർ മലയാളം പറയുമ്പോൾ എന്താണ്, കൃത്യമായ മലയാളം ആയിരിക്കുമോ പറയുക? അല്ല. അപ്പോൾ അതിൽ കുറച്ച് അവരുടെ ഭാഷയും മലയാളവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഭാഷയായിരിക്കും അല്ലേ പറയാം. അപ്പോൾ അങ്ങനെ അവർ മലയാളം പറഞ്ഞ ആ ഒരു രീതിയിൽ വന്നതാണ് പാതിരി മലയാളം. പാതിരിമാർ പറയുന്ന മലയാളം നല്ലതല്ല, വികലമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വികല ഭാഷ എന്ന അർത്ഥമാണ് പാതിരി മലയാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പാതിരി മലയാളം വികലമായ ഭാഷ എന്ന അർത്ഥം വരുന്നു. ഓക്കെ, അടുത്ത പദമാണ്, അടുത്ത ശൈലിയാണ് പൈതാഹം. പൈതാഹം എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ദാഹവും വിശപ്പും. പൈതാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദാഹവും വിശപ്പും എന്നതാണ് കേട്ടോ. ഇനി ഇരുതലമൂരി. ഇരുതലമൂരി എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താ? ഏഷണിക്കാരൻ എന്നാണ്. ഏഷണിക്കാരൻ അതായത് നിങ്ങൾ ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടാവും, രണ്ടറ്റത്തും അതിൻ്റെ തലയുണ്ടാവും അല്ലേ, ഇരുവശത്തും രണ്ട് തലയുള്ള പാമ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്ത് നിന്നാലും നമുക്ക് കൊത്തു കിട്ടും, ഈ ഭാഗത്ത് പോയാലും കൊത്തു കിട്ടും, രണ്ട് ഭാഗത്തും തലയാണ് അല്ലേ. അപ്പോൾ അതേപോലെ ഇതിൻ്റെ അർത്ഥം പറയുന്നത് അതായത് ഇപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം അപ്പുറത്തെ വീട്ടിൽ പോയി പറയും, അവിടെ നടക്കുന്ന കാര്യം ഇവിടെയും വന്ന് പറയും അല്ലേ. രണ്ടിടത്തും ഒരുപോലെ നിൽക്കുന്ന ആൾ. അപ്പം അതെന്താ? ഏഷണിയാണേ. ഇവിടെ നടക്കുന്ന കാര്യം അപ്പുറത്തും പോയി പറഞ്ഞ് അപ്പുറത്തും നടക്കുന്ന കാര്യം ഇപ്പുറത്തും പോയി പറയും. അപ്പം അങ്ങനെ ഏഷണി പറയുന്ന ആളുകളെ, ഏഷണിക്കാരനെ നമുക്ക് എന്തെന്ന് പറയാം?
ഇരുതലമൂരി, ഇരുതലമൂരി എന്ന് പറയാം. ഓക്കെ. അടുത്തത് ദീപാളി കുളിക്കുക. അടുത്ത ശൈലിയാണ് ദീപാളി കുളിക്കുക. PSCയുടെ സ്ഥിരം ചോദ്യമാണ് ദീപാളി കുളിക്കുക. എന്താ ദീപാളി കുളിക്കുക എന്ന് പറഞ്ഞാൽ ധൂർത്ത് കാണിക്കുക, ധൂർത്ത് കാണിക്കുക. അപ്പോൾ ഈ ശൈലി വരാൻ കാരണം എന്താ വെച്ചാൽ ദീപാവലി കുളിക്കുക, അതായത് നമ്മുടെ ദീപാവലി ഉണ്ടല്ലോ, ദീപാവലി ആഘോഷം. അപ്പോൾ ദീപാവലിയുടെ സമയത്ത് അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യും, അന്ന് അവരുടെ കയ്യിൽ കാശൊന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് ഭയങ്കരമായിട്ട് കടമൊക്കെ വാങ്ങി സ്വീറ്റ്സ്, ഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഒരുപാട് വാങ്ങിച്ചു കൂട്ടും. എന്നിട്ട് ആ ഒരു ദീപാവലി ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ പാപ്പരായിട്ട് മാറും. അപ്പോൾ എന്താണത്, ആവശ്യമില്ലാതെ ധൂർത്ത് കാണിക്കുക എന്നുള്ളൊരർത്ഥത്തിലാണ് ദീപാവലി കുളിക്കുക, ധൂർത്ത് കാണിക്കുക എന്നതാണ് അർത്ഥം വരുന്നത്. ഓക്കെ. അടുത്തത് കാർക്കോടക നയം. കാർക്കോടക നയം എന്ന് വെച്ചാൽ ആ ശൈലിയുടെ അർത്ഥം രക്ഷിച്ചവനെ തന്നെ ദ്രോഹിക്കുക, രക്ഷിച്ചവനെ ദ്രോഹിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് കാർക്കോടക നയം. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, കാർക്കോടകൻ എന്ന് പറഞ്ഞാൽ ഒരു പാമ്പാണ്. അപ്പോൾ ഈ കാർക്കോടകൻ പാമ്പ് ഒരു ദിവസം എന്ത് ചെയ്യുന്നു വെച്ചാൽ തീയിൽ അകപ്പെടും, കാട്ടുതീയില്ലേ, കാട്ടുതീയിൽ പെടും. കാർക്കോടകൻ പാമ്പ് എന്ത് ചെയ്യും, കാട്ടുതീയിൽ പെടും. അപ്പോൾ കാട്ടുതീയിൽ പെടുമ്പോൾ നളൻ ഉണ്ടല്ലോ, നളൻ വന്നിട്ട് കാർക്കോടകനെ രക്ഷിക്കും. നളൻ എന്ന് പറയുമ്പോൾ ആൾക്ക് ഒരു ശ്രീകൃഷ്ണൻ്റെ നിന്നൊക്കെ വരം കിട്ടിയിട്ടുണ്ട്, നളന് ഒരു വരം കിട്ടിയിട്ടുണ്ട്. എന്താണ്, തീയിൽ പൊള്ളില്ല എന്നുള്ളൊരു വരമൊക്കെ കിട്ടിയിട്ടുണ്ട് നളന്. അപ്പം നളന് തീ പൊള്ളില്ല എന്ന് പറയുന്നൊരു വരം കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഈ കാർക്കോടകൻ പാമ്പിനെ എന്ത് ചെയ്യും, കാട്ടുതീയിൽ നിന്നും പോയിട്ട് രക്ഷിക്കും. പക്ഷെ ആ രക്ഷിച്ച നളനെ കാർക്കോടകൻ പാമ്പ് എന്ത് ചെയ്യും, രക്ഷിച്ച ആളെ തന്നെ കൊത്തിയിട്ട് വിരൂപനാക്കും. അതൊരു പണ്ടത്തെ ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ അത് ഐതിഹ്യമൊക്കെ അറിയുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ കാർക്കോടകൻ എന്ന് പറയുന്നത് പാമ്പാണ്. അപ്പോൾ പാമ്പ് കാട്ടുതീയിൽ പെട്ടു, നളൻ വന്ന് രക്ഷിച്ചു, രക്ഷിച്ച നളനെ തന്നെ ആള് കാർക്കോടകൻ പാമ്പ് കൊത്തി, അപ്പോൾ രക്ഷിച്ച ആളെ തന്നെ ഉപദ്രവിച്ചു. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് കാർക്കോടക നയം, രക്ഷിച്ചവനെ തന്നെ ഉപദ്രവിക്കുക, ദ്രോഹിക്കുന്ന നയത്തെയാണ് കാർക്കോടക നയം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ശൈലി നക്ഷത്രം എണ്ണിക്കുക. അതെ ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ ഓപ്ഷനിൽ കിടക്കുന്നുണ്ട് നക്ഷത്രം എണ്ണിക്കുക. അതൊക്കെ സ്ഥിരം ചോദ്യമാണ് കേട്ടോ. നക്ഷത്രം എണ്ണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, വിഷമിപ്പിക്കുക. നമുക്ക് അറിയുന്നതാണ് അല്ലേ, നമ്മളോട് പറയുകയാണ് ഒരാൾ ആകാശത്തേക്ക് നോക്കിയിട്ട് അതെ ഈ നക്ഷത്രങ്ങളൊക്കെ ഒന്ന് എണ്ണി നോക്കിക്കേ, 1 2 3 പറഞ്ഞ് നമ്മൾ എണ്ണി തുടങ്ങും അല്ലേ. ഒന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ വീണ്ടും അത് എണ്ണാൻ സാധിക്കുമോ, നക്ഷത്രങ്ങളെ എണ്ണി തീരുമോ ആകാശത്തുള്ളത്? അപ്പം അത് ഭയങ്കര കഷ്ടം പിടിച്ചൊരു പണിയാണ് അല്ലേ. അപ്പം നക്ഷത്രം എണ്ണിക്കുക എന്ന് പറയുമ്പോൾ വിഷമിപ്പിക്കുക എന്നതാണ് അർത്ഥം വരുന്നത്. ക്ലിയർ അല്ലേ. അടുത്തതാണ് ഏട് കെട്ടുക. എന്താണ്, ഏട് കെട്ടുക. അപ്പം ഏട് കെട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ ഏട് എന്താണെന്ന് അറിയണം. ഏടെന്ന് വെച്ചാൽ പുസ്തകമാണ്. ഏടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്, പുസ്തകം. അപ്പോൾ ഏട് കെട്ടുക എന്ന് പറഞ്ഞാൽ പഠിത്തം അവസാനിപ്പിക്കുക എന്നാണ് അല്ലേ. നമ്മൾ പുസ്തകം എപ്പോഴാണ് കെട്ടിപ്പെറുക്കി വെക്കുന്നത്, പഠിത്തം അവസാനിപ്പിക്കുമ്പോൾ അല്ലേ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ്, അങ്ങനെയാകുമ്പോൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ പഠിത്തമൊക്കെ അവസാനിച്ചു, നമ്മൾ എന്ത് ചെയ്യും, പുസ്തകത്തിനൊക്കെ കെട്ടി വെച്ച് മുകളിലേക്ക് എവിടെയെങ്കിലും വയ്ക്കും അല്ലേ. അപ്പോൾ ഏട് കെട്ടുക എന്ന് പറഞ്ഞാൽ പുസ്തകം അല്ലേ, പുസ്തകം കെട്ടിവെക്കുക എന്നുള്ളൊരർത്ഥത്തിൽ. അപ്പോൾ പഠിത്തം അവസാനിപ്പിക്കുമ്പോഴല്ലേ നമ്മൾ പുസ്തകം കെട്ടിവെക്കുന്നത്. അപ്പോൾ ഏട് കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, പഠിത്തം അവസാനിപ്പിക്കുക, പഠിത്തം അവസാനിപ്പിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ശൈലി പറയാം, ഏട്ടിലെ പശു. ഏട്ടിലെ പശു PSC സ്ഥിരം ചോദിക്കുന്നതാ. ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രയോജനശൂന്യമായ വസ്തു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഏട് എന്ന് പറഞ്ഞാൽ പുസ്തകമാണ് അല്ലേ. അപ്പോൾ ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ എന്താ, പുസ്തകത്തിലെ പശു. അപ്പോൾ പുസ്തകത്തിലെ പശു, പുസ്തകത്തിൽ നമുക്ക് നല്ല ചന്തമുള്ള നല്ല കൊഴുത്ത ഒരു 8 ലിറ്റർ പാലൊക്കെ തരുന്ന നല്ലൊരു പശു ഉണ്ടെന്ന് വിചാരിച്ചോ. ആ 8 ലിറ്റർ പാല് തരുന്ന പശു നമ്മുടെ പുസ്തകത്തിലുണ്ടെന്നും പറഞ്ഞ് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? പുസ്തകത്തിൽ കാണാനല്ലേ പറ്റുള്ളൂ, നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ ഏട്ടിൽ പശു ഉണ്ടായിട്ട് പുസ്തകത്തിൽ പശു ഉണ്ടായിട്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ പ്രയോജനശൂന്യമായ വസ്തു, അതിനെയാണ് നമ്മൾ ഏട്ടിലെ പശു എന്ന് പറയുന്നത്. മനസ്സിലായോ? പുസ്തകത്തിൽ ഒരു പശുവിൻ്റെ ചിത്രം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതാണ് പ്രയോജനമില്ലാത്ത വസ്തുക്കളെയാണ്, പ്രയോജനശൂന്യമായ വസ്തുക്കളെയാണ് നമ്മൾ ഏട്ടിലെ പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കറവ പശു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറവ പശു നല്ലപോലെ കറക്കുന്ന ഒരു പശു ആണെങ്കിൽ നമുക്ക് പ്രയോജനം ഉണ്ടല്ലോ. അപ്പം നമുക്കത് ലാഭമാണ് അല്ലേ. അപ്പം ലാഭകരമായ വസ്തുക്കളെ നമ്മൾ കറവ പശു എന്നും പ്രയോജനമില്ലാത്ത വസ്തുക്കളെ നമ്മൾ ഏട്ടിലെ പശു എന്നുമാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. കറവ പശു ലാഭകരമായത്, ഏട്ടിലെ പശു പ്രയോജനമില്ലാത്തത്. കിട്ടിയല്ലോ. അടുത്തത്
ധൃതരാഷ്ട്രാലിംഗനം. അടുത്തതാണ് ധൃതരാഷ്ട്രാലിംഗനം. ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറഞ്ഞാൽ എന്താണ്? ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്ര ആലിംഗനം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ധൃതരാഷ്ട്രരുടെ ആലിംഗനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉള്ളിൽ പകവച്ച സ്നേഹമാണ്. എല്ലാവർക്കും അറിയാം ധൃതരാഷ്ട്രർ എന്ന് പറഞ്ഞാൽ ആരാണ്? കൗരവർ അല്ലെ? കൗരവരും പാണ്ഡവരും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ കൗരവരുടെ അച്ഛനാണ് ആര്? ധൃതരാഷ്ട്രർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് പാണ്ഡവര് യുദ്ധമൊക്കെ ജയിച്ച കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പാണ്ഡവര് യുദ്ധം ചെയ്യിക്കും. അപ്പോൾ ധൃതരാഷ്ട്രരെ കാണാൻ വരുന്ന സമയത്ത് അവരെ ആലിംഗനം ചെയ്യണം. പക്ഷെ ഉള്ളിൽ എന്താണ്? അവർ ജയിച്ചതുകൊണ്ട്, ഇവർ കൗരവരുടെ അച്ഛനാണല്ലോ ധൃതരാഷ്ട്രർ. അപ്പോൾ പാണ്ഡവർ ജയിക്കുന്ന സമയത്ത് ഉള്ളിൽ എന്താണ്? ഭയങ്കര പകയായിരിക്കും. അപ്പോൾ അവരെ എന്താണ്? ആലിംഗനം ചെയ്യുന്ന സമയത്ത് ഭീമനെയാണ് ആലിംഗനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഭീമനെ ഇങ്ങനെ ആലിംഗനം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആളുടെ മനസ്സിൽ എന്താണ്? ആളെ ആലിംഗനം ചെയ്ത് വരിഞ്ഞു മുറുക്കി കൊല്ലാനുള്ള, അവരെ ഇങ്ങനെ പൊടിച്ചു കളയാനുള്ള അത്രയും ശക്തിയുണ്ട് ധൃതരാഷ്ട്രർക്ക്. അങ്ങനെ ഒരു ശക്തിയുണ്ട്. അപ്പം അങ്ങനെ ആലിംഗനം ചെയ്ത് ഭീമനെ കൊല്ലാം എന്നുള്ള രീതിയിൽ ആലിംഗനം ചെയ്യാനായിട്ട് ധൃതരാഷ്ട്രർ പക ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാം എന്നുള്ള രീതിക്ക് ആലിംഗനം ചെയ്യാൻ വേണ്ടി പോകും. അപ്പം അതിൻ്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെ ശ്രീകൃഷ്ണൻ എന്താണ്? ഭീമനെ രക്ഷിക്കാനായിട്ട് ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഭീമനെ ഫ്രണ്ടിൽ നിർത്തി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥ വരുന്നത്. ഓക്കെ, അപ്പോൾ ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറഞ്ഞാൽ എന്താണ്? ധൃതരാഷ്ട്രര് നല്ല രീതിയിലല്ലേ ആലിംഗനം ചെയ്യുന്നത്? അതായത് ഉള്ളിൽ പകവെച്ചുകൊണ്ടാണ് ആലിംഗനം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മീനിങ്ങിലാണ് പകവെച്ച്, ഉള്ളിൽ പകവെച്ച് സ്നേഹം കാണിക്കുക എന്നുള്ള രീതിക്കാണ് നമ്മൾ ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ധനാശി പാടുക. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, ധനാശി പാടുക നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ? അവസാനിപ്പിക്കുക, ഭരതവാക്യം. അത് അവസാനം എന്നുള്ളതിനും ഭരതവാക്യം എന്ന് പറയാറുണ്ട്. അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന് പറഞ്ഞാലും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് ധനാശി പാടുക അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞത്? ഭരതവാക്യം എന്ന് പറഞ്ഞപ്പോൾ ഭരതൻ രാജാവാണ്, രാജാവിൻ്റെ വാക്ക് അവസാന വാക്ക്. ഓക്കെ, അപ്പോൾ അവസാന വാക്ക് എന്ന് പറഞ്ഞാലും ഭരതവാക്യമാണ്. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ PSC അന്ന് ഉത്തരമായിട്ട് അവസാനിപ്പിക്കുക ഭരതവാക്യം എന്ന് തന്നു. അപ്പോൾ അവസാന വാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭരതവാക്യമാണ്. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. അപ്പോൾ അവസാനിപ്പിക്കുക എന്ന് പറയാൻ കാരണം ഈ നാടകമൊക്കെ അവസാനിക്കുന്ന സമയത്ത് പാടുന്ന ഒരു രാഗമാണ് ഈ ധനാശി എന്ന് പറയുന്നത്. അപ്പോൾ ധനാശി പാടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാം നാടകം അവസാനിച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ധനാശി രാഗം എന്ന് പറയുന്നത് നാടകമൊക്കെ അവസാനിക്കുന്ന സമയത്ത് പാടുന്നതാണ്. അപ്പോൾ ധനാശി പാടുന്ന കേൾക്കുമ്പോൾ നമുക്ക് അവസാനിച്ചു എന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിക്കാണ് ധനാശി പാടുക അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും ശൈലികളാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന ഭാഗത്ത് ശൈലികൾ ഞാൻ ഇത്രയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റ് ക്ലാസ്സുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്